ഞാൻ ഒരു മുട്ടം കോള് കേട്ടോ വന്നേക്കട. പേളിമാണിയെ കുറിച്ച് പറഞ്ഞ് പലരും കമന്റ് ചെയ്തപ്പോഴാണ് ഞാൻ ഓർത്തത്. കഴിഞ്ഞ ദിവസം പേളിമാണിയുടെ ഒരു വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെടാനിടയായി. എന്തോ ഒരു ഫുട്ബോൾ മാച്ചിന് ഗസ്റ്റ് ആയി പോകുന്ന ഒരു വീഡിയോ ആണ്. അത് കണ്ട സമയത്ത് എനിക്കൊന്ന് ഭയങ്കര സങ്കടം തോന്നിപ്പോയി എന്നുള്ളതാണ്. നമ്മൾ എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടോക്കാം. നീ വേഗം കാണിക്കേ. എവിടെയായിരുന്നു 3-4 ദിവസം? കാണാതായപ്പോൾ സന്തോഷിച്ചു. ആരെങ്കിലും തല്ലിക്കൊന്ന് കാണുമെന്ന് കരുതി. ഇത് കേരളമല്ല, ഹൈദരാബാദിന് വലിയ ഹോസൊന്നും വേണ്ട, കാണാനാളില്ല. എനിക്ക് ജയ വിളിക്കാൻ ഫാൻസുകാരെ നിർത്താമെന്ന് പറഞ്ഞിട്ട് ഒരുത്തനെയും കാണാനില്ലല്ലോ. ഒന്ന് എഴുന്നേറ്റ് ബഹുമാനിക്ക്. പേളിമാണിയുടെ മുഖം നോക്കി നിങ്ങൾ എനിക്ക് തന്നെ കണ്ടിട്ട് പാവം തോന്നാണ്. പാവം അവിടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആടുന്നുണ്ടെങ്കിൽ കൂടിയും മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ആകെ തീരെ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. എൻജോയ് ചെയ്യാൻ പറ്റും. അമ്മ അതിലെ സൈബർ അറ്റാക്ക് അല്ലേ റീസെന്റ് കിട്ടിക്കൊണ്ടിരുന്നത്. നിലത്തൊന്നും അല്ലായിരുന്നു ആള്, അങ്ങ് ബഹിരാകാശത്ത് പറക്കായി. അതിലെ വിഷമം കൃത്യമായി പേളിമാണിയുടെ മുഖത്ത് പ്രതിഫലിച്ച് കാണുന്നുണ്ട്. എന്തായാലും നീലക്കൂൽ എന്റർടൈൻമെന്റ്സ് എന്ന് പറഞ്ഞ ചാനലാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അതെ, ഞാനാണ്. ഞാൻ ആദ്യം ഈ വീഡിയോ കണ്ട സമയത്ത് ഇതിന്റെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയപ്പോ വൻ തെറിവിളി ആയിരുന്നു കേട്ടോ. ലാസ്റ്റ് തെറിവിളി വല്ലാതായ സമയത്ത് നീലക്കൂലിന്റെ ആൾക്കാർ തന്നെ കമന്റ് ബോക്സ് ടേൺ ഓഫ് ആക്കിക്കാൻ. പക്ഷെ ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ല. ഇതേ വീഡിയോ തന്നെ മറ്റൊരു ചാനൽ വന്നിട്ടുണ്ടായിരുന്നു. അതിന് താഴെ വന്ന കമന്റ് ഒന്ന് ഞാൻ വായിച്ചുതരാം. ലൈക്ക് ഒന്നും അങ്ങനെ കയറുന്നില്ലല്ലോ മാണി. ഇങ്ങനെ പബ്ലിക് ന്യൂസൻസ് ആവാതെ വീട്ടിൽ പോയി കിടന്നുറങ്ങും മാളി. ചളിപ്പുണ്ട് മുഖത്ത്, വെറും കോമഡി പീസുകൾ. ഇങ്ങനെ നീളുന്നു കമന്റ് ബോക്സ്. ചുരുക്കി ആദ്യം ഒരു അല്പ അസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കോളും. പറഞ്ഞ പേളിമാണി എവിടെ കണ്ടാലും ഇപ്പൊ ആൾക്കാർ ഊക്കുന്ന അവസ്ഥയിലായിട്ടുണ്ട് കാര്യങ്ങൾ. സ്വാഭാവികം. ആക്ച്വലി അതൊക്കെ കാണുന്ന സമയത്ത് എനിക്കെന്തോ വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ. കണ്ട സമയത്ത് ഞാൻ ഇന്നലെ വെറുതെ പേളിമാണിന്റെ യൂട്യൂബ് ചാനൽ ഒന്ന് കയറി നോക്കി. അന്നേരം സത്യം പറയാലോ ഞാൻ അങ്ങ് ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. പേളിമാണി റീസെന്റ് ചെയ്യുന്ന വീഡിയോകൾക്കൊന്നും ഒട്ടും റീച്ച് ഇല്ല എന്നുള്ളതാണ്. റീച്ച് എന്ന് പറഞ്ഞാൽ തീരെ ഇല്ല എന്നുള്ളതാണ്. റീസെന്റ് ചെയ്ത വീഡിയോകളുടെ സ്ക്രീൻഷോട്ട് സൈഡിൽ കൊടുക്കും. നിങ്ങളൊന്ന് നോക്കി 3 ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോക്ക് കിട്ടിയ വ്യൂസ് നോക്കി നിങ്ങൾ. വെറും 41. നിനക്കിത് വേണം. അഹങ്കാരം വളരെ കൂടുതലാണ്. അയ്യോ, ഞാൻ ഒരു പാവല്ല. ഒന്നും വേണ്ട, ഒരു ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോക്ക് കിട്ടിയ വ്യൂസ് നോക്കി നിങ്ങൾ വെറും 21. ഉള്ള സങ്കടത്തിന് പുറമെ നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? പണ്ടൊക്കെ വെറുതെ ഒരു വീഡിയോ ഇട്ടാൽ പോലും പുട്ടുപോലെ 3 ലക്ഷം അടിക്കുന്ന ആളാണ്. ഇപ്പൊ റീച്ച് നോക്കി നിങ്ങൾ കുത്തനെ കുറഞ്ഞു. ഇതൊക്കെ ദൈവത്തിന്റെ ഒരേ കളികളെ. അല്ലേലും കുറെ നാളായിട്ട് ആശാൻ ആത്മവിശ്വാസത്തിന് കൂടുതലാ. ഇപ്പോഴെങ്കിലും മനസ്സിലാക്കാശാനെ, അടി തെറ്റി ആശാനും വീഴും. ശരിയാണ്, വളരെ വലിയ തെറ്റ് തന്നെയാണ് പേളിമാണി ചെയ്തിട്ടുള്ളത്. ഡൽഹി സമരത്തിൽ പങ്കെടുത്ത കുട്ടികളോട് വീട്ടിൽ പോയിരിക്കാൻ ഒരിക്കലും പേളിമാണി പറയാൻ പാടില്ലായിരുന്നു. ഇതൊക്കെ എന്തിനിവിടെ പറയാൻ പോകുന്നു? അല്ല, ഒരു കണക്ഷൻ കിട്ടിയപ്പോ. പക്ഷെ അതിനനുസരിച്ചുള്ളത് പുള്ളിക്കാരിക്ക് കിട്ടിക്കഴിഞ്ഞു. സോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് അവർക്ക് തെറ്റ് തിരുത്തി തിരിച്ചു വരാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതായത് എക്കാലവും ഒരാളുടെ അധപ്പതനം ആഗ്രഹിക്കുന്നത് ശരിയല്ലല്ലോ. എന്തായിരുന്നു എന്തൊക്കെയായിരുന്നു അവന്റെ അഹങ്കാരം. അതന്നെ അവന്റെ ഫിനിഷ്.